കേവലം പുസ്തകത്തിലല്ല വായന കൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്കളുടെ വീട്ടിലടി നീ ഒന്ന് തിരിഞ്ഞേ. നീ എന്തെങ്കിലും കാര്യണേ? അത് രാത്രി ഏത് കോലത്തില് ഹരിയായിട്ട് കയറിയതെന്ന് അറിയോ? ഞാനും മക്കളെ എത്ര നേരം ഉറങ്ങാണ്ട് കാത്തിരുന്നു. പറ്റിപ്പോയി, സോറി. ഈയിടെയായിട്ട് ഹരിയായിട്ട് ഇത്തിരി കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് നിർത്താൻ പറ്റായിട്ടല്ലേ? ഞാൻ നിർത്താൻ ശ്രമിക്കാം. പെട്ടെന്ന് നിർത്താൻ വൈകി വല്ലപ്പോഴും ഇവിടുന്ന് തന്നെ കുടിച്ചോണ്ടു. ഞാൻ അല്ലാതെ തന്നെ നിർത്താൻ ശ്രമിക്കാം. നീ പോയിട്ട് സോപ്പ് ഞാൻ കുടിച്ചിട്ട് ഹരിയേട്ടാ, വൈകുന്നേരം ആകുമ്പോ പറഞ്ഞൊന്നും മറക്കില്ലല്ലോ. നേരത്തെ വരണേ. കറിയൊക്കെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടു. ചങ്ങായി അന്നെ കാത്തല്ലേ നിക്കണ്ട്. ഞാൻ കൂലിപ്പണിക്ക് പോയത് എങ്ങനെമാരെ? നിങ്ങളെ മാതിരി ഇവിടെ ഇരിക്കാൻ പണി? നിങ്ങൾക്കൊക്കെ കൂലിപ്പണി, ഞങ്ങളൊക്കെ കൂലിപ്പണി കഴിഞ്ഞല്ലേ വരുന്നത്. അല്ലോ ഇനി വർത്താനം പറഞ്ഞൊക്കെ പരിപാടി തെറ്റപ്പാക്കണ്ടേ? അല്ല, കൊറോണയൊക്കെ കൂടിക്കൂടി വരാണ്. നമ്മളെടുത്താൻ സാനിറ്റൈസറും ഇല്ല, ഒന്നുമില്ല. എത്ര ചങ്ങായി പറയുന്നത്? നമ്മൾ സ്ഥിരമായിട്ട് ഈ സാനിറ്റൈസർ അല്ലേ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കല്ല അത് വിട്ടല്ലോ. ഇത് കുടിച്ചിട്ടാർക്കും കൊറോണ വരാതെ നിട്ടൊന്നുമില്ല. എനിക്ക് വേണ്ട, ഞാൻ കേൾക്കുന്നില്ല. എന്ത് പരിപാടിയാണ്? അന്യം കാത്തല്ല ഇത്ര നേരം ഞങ്ങൾ ഇവിടെ കുത്തിരുന്നത്. അതല്ല, ഇന്നലെ ഞാൻ അടിച്ചിട്ട് ചെന്നിട്ട് ആകെ സീനായിക്കൊണ്ടല്ല. അപ്പൊ ഞാനിപ്പോ തൽക്കാലം അടിക്കുന്നു. ഇന്നലെ വന കൊണ്ടാക്കിയവരെ എന്റെ പെണ്ണുങ്ങൾക്കറിയാം ഞങ്ങൾ എന്നോടെ കൊണ്ട് കത്തിയതെന്ന്. എന്തെങ്കിലും വിവരാണ്ട് അറിഞ്ഞിരുന്നു. കണ്ട നിങ്ങൾക്ക് പണി കജ്ജി ഞാനൊക്കെ പറഞ്ഞു. ഒരു 2 കുപ്പി കൊഴിച്ചിരുന്നു. അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അടിച്ചോളാം. അത് ഇവിടെ നടക്കൂല. ഒരു 2 പെക്ക് മതി. അത് നടക്കൂല. ആകെയുള്ള സാധനം അത്. എൻ്റെ അടുത്ത് ആപ്പില്ലേ, ഇത് അങ്ങോട്ട് വിട്ടു കൊടുത്തടാ. ഓനെ ഇന്ന് വാങ്ങിക്കോട്ടെ. ആപ്പ് ഞാൻ തരാം, പക്ഷെ 5 മണിക്ക് മുന്നേ പോയി വാങ്ങേണ്ടി വരും. ആ വേണി പോയി ഇങ്ങോട്ട് വാങ്ങിക്കോ. അതെ, ഇതൊന്നാണ് പിടിപ്പിച്ച അത് ഞങ്ങൾക്ക് ഗതി വിടും. വീട്ടിൽ പോയി ഒറ്റയ്ക്ക് അടിക്കുമ്പോൾ സൂക്ഷിച്ചോ. ഈ 2 അടിച്ചാലും ഓവറാണ്, വെറുതെ സീനാക്കണ്ട. ചേട്ടാ എന്തേ? ഒരു മിനിറ്റ്.
ഒരു ചെറുത് കിട്ടാൻ വല്ല മാർഗമുണ്ടോ? എടാ ഇതിപ്പോൾ കിട്ടാൻ വലിയ പാടാണ്. ഞാൻ തന്നെ ഒരാളെ ആപ്പൊപ്പിച്ചിട്ട് ആകെ ഭ്രാന്തയിക്കണം. ഏതെങ്കിലും ഒരു ചെറുത് നിനക്കിപ്പോൾ ഏതാ വേണ്ടത്? എനിക്ക് അങ്ങനൊന്നുമില്ല, ഏതായാലും കുഴപ്പമില്ല. എന്നാ പൈസ ഉണ്ടെങ്കിൽ കൊണ്ടാ. സ്ഥിരം കള്ളുടിക്കാരെ സ്വഭാവം കാട്ടരുത്. ആ ഭ്രാന്ത് ആകെ എല്ലാവരും അങ്ങനെ തന്നെ പറിച്ചിട്ട് അതൊക്കെ അവിടെ വെക്കേ. എന്താ ചേട്ടാ? കിട്ടിയടാ കിട്ടി. പിന്നെ ആരെ കിട്ടിയത് ഇത് ഫുള്ള് പിന്നെ പൗതിയാക്കി തരാം. ചേട്ടന്റെ വീട് എവിടെ? നിന്റെ വീട് ഇവിടെ തന്നെയാണ്. ചേട്ടന്റെ അറിവിൽ ഇവിടെ അടിക്കാൻ പറ്റിയ വല്ല ഏരിയ വല്ലതും ഉണ്ട്? അടിക്കാണെങ്കിൽ ഇവിടെ വലിയ പരിചയമൊന്നുമില്ല. അടിക്കാനേ ഞാനടിക്കൂല. പിന്നെ ഈ അടിച്ചോ, നമ്മളെ അവിടെ ഒരു കുളമുണ്ട്, ആ കുളത്തിൻ്റെ അവിടേക്ക് ഞാൻ ആക്കി തരാം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അടിക്കാല്ലേ ഗ്ലാസും വെള്ളം ഇവിടുന്ന് മേടിക്കും. എനിക്ക് ഏതായാലും കുട്ടിയെ കുറച്ച് പച്ചക്കറി മേടിക്കാണ്ട് കേട്ടോ. പിന്നെ ഇനി വല്ലാതെ കാണിക്കണ്ട, അതിൽ വെക്കാം. ഞാൻ ഇത് വീട്ടിൽ കൊടുക്കും ചെയ്യാം. പിന്നെ ഇജ്ജ് ഇവിടെ നിൽക്ക്, ഞാൻ ഈ സാധനം വീട്ടിൽ കൊടുത്തിട്ട് വരാം. എന്നിട്ട് നമുക്ക് കുളത്തങ്ങ പോയിട്ട് അടിക്കാം കേട്ടോ. ഇപ്പോൾ വരാം കേട്ടോ. പിള്ളേരുണ്ട് വീട്ടില്. എന്താ ചെയ്യാ? ഇവന്മാർ കയറി പോകണമെങ്കിൽ കുറച്ച് ഇരുട്ടാവും. അതുവരെ നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ വീട്ടിലിരിക്കാം. ആയിക്കോട്ടെ. ഓക്കെ. പണ്ടാറങ്ങള് മഴക്കാറ് മൂടിയുണ്ട്, പെട്ടെന്ന് ഇരുട്ടായില്ലേ? ഇതാണ് നമ്മുടെ ഭവനം. വേടാ എൻ്റെ പയർ ഫ്രണ്ടാ. ഇരിക്കട്ടോ, ചായ എടുക്കാം കേട്ടാ. വേണ്ട വേണ്ട, ഞങ്ങളൊരാളെ വെയിറ്റ് ചെയ്യാം, അയാൾ വന്നോട് പോവും. ഏട്ടൻ പോവാണോ? ആടി ഞങ്ങളിപ്പോ പോവും. ഒരാളെ വിളിക്കാണ്ട്, അയാളെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം പോവാം. മക്കളൊക്കെ എന്തേടി? അവരപ്പുറത്ത് TV കാണാൻ പോയിട്ടുണ്ട്. ഞങ്ങളിവിടെ കുറച്ചു നേരം പുറത്തുണ്ടാവും. നീ കഥകട ചേർത്ത് കാണണം, ഞാൻ വന്നിട്ട് വിളിക്കാം കേട്ടോ. അല്ലേട്ടാ, ഏതായാലും പുറത്തൊക്കെ ഭയങ്കര മഴയാണ്. നമുക്കിപ്പോ ഈ ഒരു അവസരത്തിൽ അവിടേക്ക് പോക്ക് നടക്കില്ലല്ലോ. എനിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് കഴിച്ചോട്ടെ. ഏതായാലും ചേച്ചി വിളിച്ചാലേ വരുള്ളൂ. ഒരു കാര്യം ചെയ്യാം, 2 എണ്ണം കടുപ്പം വിട്ടിട്ട് വിട്ടോ. ആ മതി. ചേട്ടൻ വെച്ചിരോ? വലിയൊരു പരിചയമല്ല. എന്തിനാണ് അതൊക്കെ ഒരു ഫോർമാലിറ്റി? അടിച്ചോ. എന്തൊരു കമ്പനിക്ക് കഴിക്കട്ടാ, ഒരു കമ്പനി കൊണ്ടാ. നിന്റെ നിർബന്ധല്ലേ? അങ്ങനെ മാറ്റാണ്ടില്ലല്ലോ. അവര് TV കാണാൻ പോയതാ, അവര് വന്നിട്ടുണ്ടോ? അതൊന്നും വേണ്ട, അപ്പൊ തന്നെ ടൈം ഒരുപാടായിക്കണം. എന്റെ വീട്ടിൽ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് വെള്ളം അടിച്ചിട്ട് എന്റെ മക്കളെ കാണാതെ നീ പോകും. അതിന് വേറൊരു ദിവസം എന്റെ കണ്ടിട്ട് പോവാന്ന് മക്കളെ. അവര് ഉറങ്ങണം, അവരെ പൊളിക്കാൻ പറ്റില്ല.
അത് നീയല്ല തീരുമാനിക്ക. എന്താണ് ഏട്ടാ ചേച്ചിനെ? ഇതൊക്കെ നേർന്നുകൊണ്ട മര്യാദയ്ക്ക് കെട്ടിട്ടുണ്ടോ? എനിക്ക് പറഞ്ഞിട്ടില്ല. നിന്നോട് ഞങ്ങൾ എന്താ ചെയ്തേ? ഭാര്യ പോയി ക്യാഷും കൊടുത്ത് മദ്യം വാങ്ങി വന്ന് ഉറങ്ങിക്കിടന്നെ വീര്യം തന്നെ ഉണർത്തിയിട്ട് ഇപ്പൊ ഞാൻ ആരാന്ന്? നീ തന്നെയാണോ ഞാൻ? ഹരിയേട്ടാ, ഹരിയേട്ടാ, ഹരിയേട്ടാ. വല്ലപ്പോഴും ഇവിടെ ഇരുന്ന് കുടിച്ചോണ്ടു എന്ന് പറഞ്ഞത് സ്നേഹം കൊണ്ടാ, അല്ലാതെ അത് സ്ഥിരമാക്കാനല്ല. അവനിപ്പോ എന്തെങ്കിലും സംഭവിച്ചു. ഒന്ന് ഓർത്തു നോക്കിക്കും. എന്തൊക്കെ പരാക്രമങ്ങളാണ് ഇന്നലെ ഇവിടെ കാണിച്ചെന്നറിയോ? ഉറങ്ങിക്കിടക്കുന്ന മക്കളെ വിളിച്ചോണ്ടാൻ പോയപ്പോഴാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ് തടഞ്ഞത്. അതിനെന്നെ കത്തിയെടുത്ത് കുത്താൻ വന്നത്. ഏട്ടൻ എവിടുന്ന ഒരു പേനാ കത്തി കിട്ടിയത്? കൈ കിട്ടിയതുകൊണ്ട് ഞാനൊരെണ്ണം തന്നതുകൊണ്ടാണ് ഞാൻ ഇന്നലെ രക്ഷപ്പെട്ടത്. ഏട്ടൻ കുടിക്കുമ്പോ ഉണ്ടല്ലോ ഒരു മനോരോഗിയെ പോലെയാണ് പെരുമാറുന്നത്. എന്നെ മക്കളെ മനസ്സിലോർത്ത് എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തു തരണം, ഇനി കള്ളു കുടിക്കില്ല. എനിക്കും മക്കൾക്കും ഏട്ടനല്ലാതെ വേറെ ആരുമില്ല. എനിക്കിപ്പോഴാ ഒരു കാര്യം മനസ്സിലായത്. മനുഷ്യന്മാർ മനസ്സ് വെച്ച ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ പോവാതെ മദ്യപാനം. അതിപ്പോഴാണ് മനസ്സിലായത്. ബാറും ബിവറേജും ഒന്നും ഇല്ലാണ്ടിരുന്നപ്പോ ഈ കുടിയന്മാരൊക്കെ കൂടി നിർത്തിയില്ലേ? ഹരിയേട്ടനിപ്പോ കൂടി നിർത്തിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. മദ്യപാനത്തേക്കാൾ ലഹരിയുള്ളൊന്നുണ്ട്. കുടുംബജീവിതം, സന്തോഷകരമായ കുടുംബജീവിതം.